Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri. واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. സൂറത്തുൽ ബഖറ 129, 30, 31. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തത് 128. എന്താണ് സംഭവം? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എപ്പോ? പരിശുദ്ധ കഅബ പടുത്തുയർത്തുന്ന സന്ദർഭത്തിൽ. എല്ലാവരും നന്നായി പഠിച്ചു വന്നിട്ടുണ്ട് അല്ലേ? അൽഹംദുലില്ലാ. പഠിച്ചു വന്നതാണോ വന്നിട്ട് പഠിച്ചതാണോ? എന്തായാലും പഠിച്ചാ മതി. അപ്പൊ എന്തായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്? റബ്ബന, ഞങ്ങളുടെ നാഥ. എന്റെ രക്ഷിതാവേ എന്ന് പറയണമെങ്കിൽ എന്താ പറയാ? റബ്ബി. അപ്പോ ഇത് പറഞ്ഞത് എന്താണ്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, നാഥ, റബ്ബേ. വജഅൽന, ഞങ്ങളെ നീ ആക്കേണമേ. മുസ്ലിമൈന ലക്, നിനക്ക് കീഴ്പ്പെടുന്നവൻ. വമിൻ ദുർരിയ്യത്തിന, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഉമ്മത്തൻ, ഒരു ഉമ്മത്തിനെ. മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴ്പ്പെടുന്ന. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദായം. അവർ സാധു ആയിപ്പോയല്ലോ. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗമ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹം എന്ന് പറഞ്ഞാല് നമ്മളെ കൗമ. അത് നല്ല വർത്താനം. ഖൗം എന്ന് പറഞ്ഞാൽ എന്താ? ഖൗം. എല്ലാ നബിമാരും യാ ഖൗമി എന്നാണ് വിളിച്ചത്. ആരെ? പള്ളിയിൽ വന്ന ആൾക്കാരെയാ? അല്ല, ആ നാട്ടിലുള്ള മൊത്തം ജനങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, എല്ലാ നബിമാരും വിളിച്ചത് യാ ഖൗമി, എന്റെ കൗമേ എന്നാണ്. നമ്മള് കൗമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ അർത്ഥമല്ല നബിമാര് വിളിച്ചതിനുള്ളത്. നിഷേധികളും ജാഹിലുകളും വിശ്വാസികളും കുടുംബക്കാരും എല്ലാവരും ഉൾപ്പെടുന്ന ആ
നബി, ഏത് നബിയാണോ ആ നബിയുടെ കാലത്ത് നബി അഭിമുഖീകരിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന എല്ലാവരെയുമാണ് യാ ഖൗമി എന്ന് വിളിച്ചത്. അങ്ങനെ വിളിക്കാൻ നമുക്ക് കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്റെ ഖൗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ചെന്ന് ചേരുന്ന, അതിനു വേണ്ടിയിട്ട് പരസ്പര ബന്ധം നിലനിർത്തുന്ന ഒരു സമൂഹം. അതാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഖൗമ് എന്ന് പറയണമെങ്കിൽ ഓല് തമ്മിലുള്ള ലക്ഷ്യം ഒന്നാവണമെന്നില്ല, ഓല് തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല. ഒരു ബസ്സിൽ കുറെ മനുഷ്യന്മാരുണ്ടാവും, അതൊരു ഖൗമാണ്. എന്ന് പറഞ്ഞാൽ ഇതില് ഇവിടുന്നും കയറി പഞ്ചായത്തിനടുത്തും കയറി തണ്ണീർബന്ധത്തിൽ ഇറങ്ങുന്ന ആളുണ്ടാവും, അല്ലേ? നടക്കാവിൽ ഇറങ്ങുന്ന ആളുണ്ടാവും, ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ആളുണ്ടാവും, കല്യാണത്തിന് പോണ ആളുണ്ടാവും, മരിച്ചോടത്ത് പോണ ആളുണ്ടാവും, ആണുണ്ടാവും, പെണ്ണുണ്ടാവും, അല്ലേ? തമ്മിൽ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യവും, ഓരോരുത്തരും ഓരോ നാട്ടിലേക്ക്, ഓരോരുത്തരുടെ ഉദ്ദേശം വേറെ, പരസ്പര ബന്ധമൊന്നുമില്ല. ഇതിനെയാണ് ഖൗമ് എന്ന് പറയുന്നത്. പക്ഷെ ഒരേ സമയത്തായിരിക്കും അവര് ഒരേ ബസ്സിലല്ലേ, ഒരേ സമയത്ത് ഇതാ. അതേ സമയത്ത് നമ്മളിപ്പോ ടൂറ് പോകാൻ തീരുമാനിച്ച്, അങ്ങനെ ടൂറ് പോണ ബസ്സിലുള്ളവര് അതിനെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു ഉമ്മത്ത് എന്ന് പറയാം. കാരണം നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്, പോകുന്നവർ പരസ്പര ബന്ധമുണ്ട്, അല്ലേ? പരസ്പര ബന്ധല്ലേ? കയ്യൊക്കെ ഉള്ളോ, നല്ല സീറ്റ് നോക്കി ഇരിക്കോ, മറ്റുള്ളത് വാണച്ചായി നിക്കട്ടെ, മറ്റൊന്ന് നിന്ന് കൊയങ്ങുമ്പോ മെല്ലെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആളെ ഞാൻ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന നിലക്ക് അങ്ങനല്ല. അപ്പൊ പരസ്പര ബന്ധമുണ്ട്, ഒരേ ലക്ഷ്യമാണ്, ഒരേ ഉദ്ദേശത്തിലാണ്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അത് മറ്റേ ബസ് മാതിരല്ല. ഈ ബസ്സിനും ആ ബസ്സിനും തമ്മിലുള്ള വ്യത്യാസം ബസ്സിന്റെ പെയിന്റ് വ്യത്യാസമുണ്ട് എന്നുള്ളതല്ല. ഇതുപോലെ ഖൗമ് എന്നതിൽ നിന്ന് ഉമ്മത്ത് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഉമ്മത്തിന് ഒരാദർശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രവർത്തന മാർഗമുണ്ട്, ചില നയപരിപാടികളുണ്ട്, ചില കർമ്മ പദ്ധതികളുണ്ട്. ഇതാണ് ഉമ്മത്ത്. അതാണ് മുസ്ലിം ഉമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് പണ്ട് ബത്തേരിയിൽ ഒരു പരിപാടി ഉണ്ടായി. അപ്പൊ കുറെ ദിവസത്തെ 3-4 ദിവസത്തെ വയലാണ്. ഒരു ദിവസത്തെ വയലിന്റെ ടൈറ്റില് മുസ്ലിം ഉമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ ചോദിച്ചോല്ലോ, ഇതെന്തിനാ ഈ മുസ്ലിം ഉമ്മ എന്ന് എഴുതുന്നത്? ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിം അല്ലേ, അല്ലെങ്കിൽ അമ്മ എന്നല്ലേ പറയാ? ചിലവർക്കേ കത്തിയിട്ടുള്ളൂ, ആയിക്കോട്ടെ. അപ്പോ അമ്മ എന്നല്ലേ പറയാ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ, ഇത് ഉമ്മ എന്നല്ലേ? ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ മുസ്ലിം ഉമ്മ എന്ന് പ്രത്യേകം പറയണോ? അപ്പോ ഓല് എന്താ മനസ്സിലാക്കിയത്? ഉമ്മ വാപ്പ എന്ന് പറയുന്ന ഉമ്മാണ് എന്നാണ്. പക്ഷെ ഉമ്മത്ത് എന്ന് പറയൂല, ശരിക്ക് ഉമ്മ എന്നാണ് പറയാ. സീനത്ത് എന്ന് പറയൂലല്ലോ, ഖദീജത്ത് എന്ന് പറയൂലല്ലോ, അല്ലേ? അവസാനത്തെ താ പറയൂലല്ലോ. അപ്പൊ ഉമ്മത്ത് എന്ന് പറയേണ്ട കാര്യമില്ല, ഉമ്മ എന്നാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മത്ത് എന്നാണ്. ഇനി ഉമ്മുൻ എന്നാണെങ്കിൽ പിന്നെ പറയേണ്ടത് ഉമ്മ എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. ഉമ്മുൻ എന്നാണെങ്കിൽ ഉമ്മ എന്നാണ് നിർത്തുക. ഉമ്മ എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു താ ഉണ്ട് എന്നാണ്. എന്നാണെങ്കിൽ ഖായിമത്ത് എന്നായി. അവിടെ അങ്ങനല്ല ഉള്ളത്, എന്നാണ്. ഖായിമൻ എന്നാണ്. അപ്പൊ ഖായിമ എന്നാണ് നിർത്തേണ്ടത്. അത് ആളുകൾ ഓതി തെറ്റിച്ചിട്ട് എന്ന് നിർത്തി കഴിഞ്ഞാൽ എന്തായിന്ന് വെച്ചാല് ആ നിൽക്കുന്നത് പെണ്ണാണ് എന്നായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മിമ്പറിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ കച്ചവടക്കാരെ ഒച്ച കേട്ടിട്ട് പോവാണോ എന്ന് ചോദിക്കുന്നതാണ് രംഗം.
അപ്പൊ ഖായിമ എന്ന് നിർത്തിയാൽ എന്തായി? റസൂൽ ആരാവും? മുഅന്നസാവും, പെണ്ണാവും. അപ്പൊ അതുകൊണ്ടാണ് ഓതുന്നത് ശ്രദ്ധിച്ചോദനം എന്ന് പറയുന്നത്. ആവട്ടെ, നമ്മളെ വിഷയത്തിലേക്ക് വന്നാൽ ഉമ്മത്ത് എന്ന് പറയുമ്പോ ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഉമ്മത്താണ്. അപ്പോ എന്താണ് ഇവിടെ പ്രാർത്ഥിച്ചത്? വമിൻ ദുരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. അപ്പൊ ഒരു കൗമായിട്ടുള്ള മാപ്പിളാരുണ്ടാക്കണേ എന്നല്ല പറഞ്ഞത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ജാതിയായ, സമുദായമായ, വർഗമായ, അങ്ങനെ ഉണ്ടല്ലോ, കാനേഷുമാരി കണക്കിൽ ഉള്ള ഒരു മാപ്പിള സമുദായത്തെ, മാപ്പിള കൗമിനെ ഉണ്ടാക്കണേ എന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് ഉമ്മതൻ മുസ്ലിമതൻ ലക്, നിനക്ക് കീഴ്പ്പെടുന്ന ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കണേ. പരസ്പര ബന്ധമുള്ള, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന, ഒരു നേതൃത്വമുള്ള, കൂടിയാലോചനകളുള്ള, ഒരു ലക്ഷ്യമുള്ള, ഉദ്ദേശമുള്ള ഒരു കൂട്ടത്തിനെയാണ് എന്ത് പറയാ? ഉമ്മത്ത് എന്ന് പറയാം. അപ്പൊ നിനക്ക് കീഴ്പ്പെടുന്ന ഒരു ഉമ്മത്തിനെ നീ ആക്കേണമേ. വഅരിനാ മനാസികനാ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ രീതികളെ നീ പഠിപ്പിച്ചു തരണമേ. ആരാധന ആര് പഠിപ്പിച്ചു തരണം? അള്ളാഹു പഠിപ്പിച്ചു തരണം. അള്ളാഹുവിനെ എങ്ങനെയാണ്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് മനുഷ്യന്മാർ തീരുമാനിക്കുന്നതാണ്. നമ്മളുടെ സഹോദര മതങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പൂജാരീതികളും പൂജാവിധികളും ഒക്കെ ആകുന്നത് അവിടെ ഉള്ളവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തില് ദൈവത്തെ എങ്ങനെ പൂജിക്കണം, അവനെ എങ്ങനെ ആരാധിക്കണം, അവനെ എങ്ങനെ വിളിക്കണം, അവന് എങ്ങനെ അവന്റെ മുമ്പിൽ വണങ്ങണം, ഇത് ആര് പഠിപ്പിച്ചു തരണം? അള്ളാഹു പഠിപ്പിച്ചു തരണം. അള്ളാഹു പഠിപ്പിച്ചു തന്നതല്ലാതെ നാം നമുക്ക് ശരിയെന്ന് തോന്നുന്നതും കൂടുതൽ ഗുണകരമെന്ന് നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നതുമായ രീതിയിൽ ആരാധന നിർവഹിക്കാൻ പാടില്ല. മനസ്സിലായില്ല? സുബൈയല്ലേ, നല്ല ഉന്മേഷമുണ്ട്, കുളിച്ചു മാറ്റി പോയതാണ്, പള്ളിയിലറ്റം നടന്ന് ആടെ ചെന്നിട്ട് ആകെ 2 റക്അത്ത്, ഇതൊരു മെനല്ല, ഒരു കനല്ല, എന്നാ കിടക്കട്ടെ ഒരു 4 റക്അത്ത് എന്ന് വെക്കാൻ പറ്റൂല. ഇനി സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നാ 2 റക്അത്ത് സുന്നത്തും പറ്റൂല. അപ്പൊ അതെങ്ങനെയാണെന്ന് ആര് പഠിപ്പിച്ചു തരണം? അള്ളാഹു പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ, നമ്മൾ ഇന്നാളെ ചോദിച്ചിരുന്നു ദിക്റിന്റെ എണ്ണത്തെ കുറിച്ച്. നമുക്ക് ഇഷ്ടമുള്ളത്ര എണ്ണ നമുക്ക് ചെയ്യാം. ദിക്റുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായിട്ട് ദിക്റല്ല. പക്ഷെ നിസ്കാരത്തിന് ശേഷം പഠിപ്പിച്ചെന്ന് 33, 34 ആക്കാൻ പറ്റൂല. അത് എനിക്ക് നല്ല ആവേശമുള്ള സമയമാണ്, എന്നാ പിന്നെ ഒരു 66 കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂല. അത് കൃത്യം. അപ്പോ ആരാധനകൾ എന്ന് പറയുന്നത് ആര് പഠിപ്പിച്ചു തരണം? അള്ളാഹു പഠിപ്പിച്ചു. വഅരിനാ മനാസികനാ, ഹജ്ജിനെ സംബന്ധിച്ചാണ് അത് എന്ന് പറയുന്നു. ഹജ്ജ് സാങ്കേതികമായി മനാസിക് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങളാണ്. ഇതൊക്കെ പഠിപ്പിച്ചിരേണ്ടത് ആരാണ്? അള്ളാഹു. അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ. വതുബ അലൈനാ, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. ആരാ ഈ പറയുള്ളത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാം ദുആർക്കാണ് ഞങ്ങളെ തൗബ സ്വീകരിക്കണേന്ന്. എന്ത് ചെയ്തിട്ടാ? നമ്മളെ വിലയിരുത്തേണ്ടത് അവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഇന്നി ഉത്തൂബു ഇലൈഹി ഫിൽ യൗമ 100 മറ, ഞാൻ ഒരു ദിവസം 100 തവണ തൗബ ചെയ്യാറുണ്ട്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ തൗബ ചെയ്യാറുണ്ടെങ്കിൽ നമ്മളോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അതിനെ പറ്റി എന്തെങ്കിലും? നമ്മൾ സാധാരണ നമുക്ക് ഈ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. നിങ്ങൾക്കൊന്നും പരിചയമില്ലല്ലോ, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ആള്, അല്ലേ? അറിയില്ല. ശാപം നടത്തിയിട്ട് പിന്നെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിനെ മാത്രമാണ്.
നമ്മളൊരു ചങ്ങായിനെ ശപിച്ചാല്, നമ്മളങ്ങനെ ശപിക്കാൻ പാടില്ല, മുഅ്മിനീങ്ങൾ ശപിക്കുന്നവരല്ല എന്നാണ്. അങ്ങനെ ഇനി അഥവാ നമ്മളെ നാട്ടിലെ മനുഷ്യന്മാരൊരാളെ ശപിച്ചാൽ പിന്നെ അയാൾ അനുസരിക്കുമോ? ഇല്ല. പക്ഷെ ഇബ്ലീസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞിരി നമ്മൾ അതുപോലെ ചെയ്തോളാം. ഇതാണ്, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ശൈത്താൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക. അപ്പോ നിങ്ങളടുത്തൊന്നും വന്നിട്ട് നിസ്കരിക്കണ്ടെന്ന് ശൈത്താൻ പറയില്ല. കാരണം ഒരു വെറുമ്പണി എടുക്കാൻ മൂപ്പര് ഉദ്ദേശിക്കണില്ല. നമ്മളടുത്ത ഒരാള് ഒരു ഇബ്ലീസ് വന്നിട്ട് ഇനി നിസ്കരിക്കേണ്ട പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാണ്ടിരിക്കൂലല്ലോ. നിസ്കരിക്കാണ്ടിരിക്കോ? ഇല്ല, നമ്മൾ നിസ്കരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇബ്ലീസ് ആണ് എന്ന് മനസ്സിലാവും. അതേ സമയത്ത് നമ്മളടുത്ത് വന്നിട്ട് ഇബ്ലീസ് പറയെന്താ കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാന്ന്. അതൊരു മെച്ചപ്പെട്ട ഒരു ഓഫറാണ് എന്ന് പറഞ്ഞാല്. അപ്പോ അത് നമുക്ക് തിരിഞ്ഞിട്ടൂല. ഇബ്ലീസാ പറയണത് തിരിഞ്ഞിട്ടൂല. അതാണ്. പിന്നെ നമ്മളടുത്ത് ഇബ്ലീസ് വരും എന്താന്ന് വെച്ചാല് എല്ലാരും നോക്കണ്ടടാ ഈ നല്ലോണം നിസ്കരിച്ചോ, ഒന്ന് ഉഷാറായി, അപ്പോ തോളൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്നിങ്ങനെ ഗംഭീര. അപ്പോ എങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നുള്ളതിൽ PhD എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭയങ്കര അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കക്ഷിയാണ് ഈ ശൈത്താൻ എന്ന് പറയുന്നത്. പണ്ടത്തെ മാതിരല്ല. ഏറ്റവും അപ്ഡേഷൻ നടക്കുന്നത് ശൈത്താനീയത്തിലാണ്. ഇപ്പൊ AI ശൈത്താനാണ്. ഇതൊരാളെ അന്വേഷിച്ചൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട ഉസ്താദ് ഏതോ ഒരു മൗലവിനെ പറ്റി പറഞ്ഞൊന്നും വിചാരിക്കണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിലാണ് ഇപ്പൊ ശൈത്താനിയത്ത് കടന്നുകൂടിയിട്ടുള്ളത്. അപ്പൊ ഭയങ്കര അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ശൈത്താൻ. അപ്പൊ ഈ ശൈത്താൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും ഞാൻ തരക്കേടില്ല, ഞാൻ മെച്ചാണ്, ഞാൻ ആള് ഉഷാറാണ്. ഒന്നുമില്ലെങ്കിൽ 4-5 കൊല്ലയിലെ ഖുർആൻ ക്ലാസ്സിനിരുന്ന് അന്ന് വരാൻ തുടങ്ങി ഓരോരുത്തർ ഏടെയപ്പുള്ളത് നമുക്ക് അറിയാൻ കൂടി. അപ്പൊ ഞാൻ തുടർച്ചയായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് അങ്ങനെ ഉണ്ടല്ലോ. ഇത് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് നബിമാരെല്ലാവരും എന്ത് ചെയ്യുന്നത്? തൗബ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളെ നശിപ്പിക്കുന്നതോ നിയ്യത്തുകളെ അശുദ്ധമാക്കുന്നതോ ഒക്കെ ആയ എന്തെങ്കിലും എപ്പോഴെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എപ്പോഴും ശുദ്ധിയാവുക എന്നുള്ള നിലയിലാണ് ഈ തൗബ എന്ന് പറയുന്നത്. തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബ ആവട്ടെ. കഴിഞ്ഞ ആഴ്ച എടുത്തതിന്റെ അന്നേരം പറയാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നക അൻത തവ്വാബുർ റഹീം. നിശ്ചയമായും നീ എന്താണ്? ഏറ്റവും നന്നായിട്ട് തൗബ സ്വീകരിക്കുന്നവനാണ്, നീ കാരുണ്യമുടയവനാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ച. ഇനിയിപ്പോ പ്രാർത്ഥന തുടരുകയാണ്. എന്താണ്? റബ്ബന, ഞങ്ങൾക്ക് അറിയണ നിങ്ങൾ പറയണം കേട്ടോ. ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ് ഫീഹിം, അവരിലേക്ക് നീ അയക്കണമേ, റസൂലൻ, ഒരു ദൂതനെ അയക്കണം, മിൻഹും, അവരിൽ നിന്നു തന്നെ അയക്കണം. മലക്കുകളിൽ നിന്ന് ഒരാളെ റസൂലായിട്ട് പറഞ്ഞയച്ചിട്ട് കാര്യമില്ല. ഉടനെ എന്ത് ചെയ്യും നമ്മള്? പടച്ചോനെ, അതിപ്പോ നമ്മക്ക് എങ്ങനെ ചെയ്യാനാണ്? അത് മലക്കല്ലേ, മലക്ക് ചെയ്യുമ്പോൾ നമ്മക്ക് ചെയ്യാൻ കഴിയോ എന്ന് ന്യായം പറഞ്ഞാളയും. നമ്മളെപ്പോലെ ഉള്ള ഒരാൾ വന്ന് നമുക്ക് മാതൃക കാണിക്കുമ്പോഴാണ് ഉസ്വത്തുൻ ഹസന. വിഷമങ്ങളും വേദനകളും ബേജാറുകളും ഉള്ള, അല്ലേ, വിരഹ ദുഃഖമുള്ള, മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്ലാദ തിമിർപ്പോടെ ഞാൻ മക്കത്തുനിന്ന് രക്ഷപ്പെട്ടു വിചാരിച്ചല്ല പോണത്. തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, മക്ക, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അല്ലെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ആളുകൾ എന്നെ അവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോകില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലേ. പക്ഷെ മക്ക വിജയത്തിന് ശേഷവും നബി പോയി. അതെന്തിനാ പോയത്? അന്ന് ആദ്യം മദീന നിവാസികൾ സ്വീകരിക്കുമ്പോൾ റസൂലുള്ള മദീനക്കാർക്ക് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും.
അപ്പൊ പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷ നൽകിയ, മോചനം നൽകിയ മദീനക്കാരെ മക്ക വിജയം ഉണ്ടാവുമ്പോ പോലെ കൂടെ പോകാണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ആ വാക്ക് പാലിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയത്. അപ്പോൾ എന്താ പറഞ്ഞത്? അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കണമേ. ഇനി എന്തൊക്കെയാണ് ആ ദൂതൻ ചെയ്യുക? യത്ലൂ അലൈഹിം ആയാതിക്. തലാ യത്ലൂ, തിലാവത്ത്. നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞ കാര്യമാണത് അല്ലേ? ഓതുക എന്ന് പറഞ്ഞു നോക്കിയാല് നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഊതൊക്കെ ആണല്ലോ. വേറെ പ്രത്യേകിച്ച് അല്ലേ? ഒരാൾ ഓതിത്തരാ, വേറെ ആൾ ഓതി കേൾക്കുക, അയാൾ വേറെ ആൾക്ക് ഓതി കൊടുക്കുക, അയാൾ ഓതി കേൾക്കുക. ഇങ്ങനെ ഈ ഓതി കൊണ്ടിരിക്കുന്നത് നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. യഥാർത്ഥ അർത്ഥം അതുകൊണ്ട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തലാ യത്ലു തിലാവത്ത്, അത് അതിനേക്കാൾ അല്പം കൂടി മുന്തിയ, അതിനേക്കാൾ കുറച്ചുകൂടി ആശയ വിശാലതയുള്ള അർത്ഥസമ്പുഷ്ടമായ ഒരു പദമാണ്. കേവല പാരായണമല്ല, പിന്തുടരുക എന്ന് വേണമെങ്കിൽ പറയാം. അനുധാവനം ചെയ്യുക, ഇത്തിബാഅ് എന്നൊരർത്ഥമുണ്ട് തിലാവത്തിൽ. അപ്പൊ കണ്ണുകൊണ്ട്, ചുണ്ടുകൊണ്ട്, കൽബുകൊണ്ട്, അമലുകൊണ്ട് ഒക്കെ ഈ ഖുർആനിനെ പിന്നാലെ കൂടുന്നതിനാണ് എന്ത് പറയാ? തിലാവത്ത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതിക്കൊടുത്തത്. അപ്പൊ ഇവിടെ പ്രാർത്ഥന, പടച്ച തമ്പുരാനെ നീ എന്ത് ചെയ്യണം? നിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്ന, തിലാവത്ത് നടത്തുന്ന ഒരു റസൂലിനെ അയക്കണമേ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അൽ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്ന, അൽ ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുസക്കീഹിം അവരെ സംസ്കരിക്കുന്നതായ ഒരു റസൂൽ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നിശ്ചയമായും നീ ആരാണ്? അൽ അസീസ്, പ്രതാപശാലിയാണ്. അൽ ഹക്കീം, ഹക്കീമുമാണ്. അൽ ഹക്കീമുമാണ്. ഇങ്ങനെയുള്ള ഒരു റസൂലിനെ അയക്കണമേ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് 14,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്തായത്? റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതിൻ്റെ ഇടയിലും പ്രവാചകന്മാരൊക്കെ വന്നിട്ടുണ്ട്, ധാരാളം നബിമാര് വന്നിട്ടുണ്ട്. പക്ഷെ അന്ത്യദൂതർ വരുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ ഈ ദുആഇന്റെ ഒരു ഫലം കൂടിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ഒരു ആഗ്രഹം, ഒരു സ്വപ്നം, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഒരു വീക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാം സഞ്ചരിച്ച നാടുകൾ മാപ്പിലൂടെ നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വിമാനമില്ലാത്ത, തീവണ്ടി ഇല്ലാത്ത, അതിവേഗ വാഹനങ്ങളില്ലാത്ത ഒരു കാലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാം സഞ്ചരിച്ചത് എവിടേക്കാണ്? കക്കോടി മുതൽ വേങ്ങേരി വരെ. അങ്ങനല്ല, എത്രയോ രാജ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ പോയയിടത്തെല്ലാം ഇബ്രാഹിം അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടങ്ങളിലുള്ള സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പുതിയ പുതിയ നാഗരികതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം പുതിയ നാഗരികതകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം സഞ്ചരിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം അല്ലേ, ആ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ദുആ കഅബ നിർമ്മാണത്തോടനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. റിസ്ക് നൽകാൻ വേണ്ടി പറഞ്ഞു അല്ലേ, നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുപോലെ ഒരു ദൂതനെ അയച്ചു തരാൻ വേണ്ടിയിട്ട് പറയാൻ, കർമ്മങ്ങളൊക്കെ കബൂലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളെ മുസ്ലിങ്ങളാക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ വിനയമാണ് അവിടെ കാണുന്നത്. ഞാനിതാ കഅബൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ എന്നൊരു വിചാരമല്ല. മനസ്സിലായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നമ്മളെ മിക്കവാറും ശൈത്താൻ കീഴ്പ്പെടുത്തുക
നമ്മളുടെ അമലിന്റെ വലിപ്പം കാണിച്ചിട്ടേ, അമലിന്റെ വലിപ്പം കാണിച്ചിട്ട് അതുള്ളതിനേക്കാളും വലുതാക്കി കാണിച്ചിട്ട് നമ്മളെ എല്ലാവരും ചെയ്ത് കാണിച്ചു തരും. നമ്മൾ ചെയ്ത ചെറിയൊരു സംഗതി പോലും ഭയങ്കരമാക്കി കാണിച്ചു തരും. എന്നിട്ട് പറയും ഇതൊക്കെ ചെയ്തു കേട്ടോ, സംഭവമാണ് കേട്ടോ എന്ന്. അതുകൊണ്ടാണ് സംഭാവന കൊടുത്തിട്ട് റെസീറ്റ് വാങ്ങുമ്പോൾ എങ്ങനെ നമ്മളെ ബോഡി ലാംഗ്വേജ് ഉണ്ടാവുക. നമ്മളൊരു സംഭാവന കൊടുത്തിട്ട് റെസീറ്റ് വരുമ്പോൾ നമ്മളെങ്ങനെ, നമ്മളെ ശരീരഭാഷ എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ ഞാൻ പറയുമ്പോ തന്നെ? വലിയൊരു സംഖ്യ കൊടുത്തിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഖബർസ്ഥാൻ വിശാലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥിച്ചാല് ഖബറിന്റെ ഉള്ളിൽ ബർസഖി ജീവിതം വിശാലാവുള്ളൂ. ഖബർസ്ഥാൻ വിശാലാണെങ്കിൽ സ്ഥലം വാങ്ങണ്ടേ? അങ്ങനെ സ്ഥലം വാങ്ങാൻ വേണ്ടി വലിയൊരു എമൗണ്ട് കൊടുത്താൽ എങ്ങനെയായിരിക്കും? റെസീറ്റ് ചോദിക്കണ ഒരു രീതിയും, റെസീറ്റ് തരാൻ അയാള് സെക്രട്ടറി അത് ഓഫീസിൽ എപ്പോഴും റെസീറ്റ് കീശിലിട്ട് അടക്കാൻ പറ്റും. അപ്പൊ ഓഫീസിൽ പോയിട്ട് അത് എഴുതിയിട്ട് കൊടുക്കണ്ടേ? അപ്പൊ അത് തരാനെങ്ങാനും ഒരു ദിവസം നേരം പെയ്യാലൊക്കെ ഉണ്ടാകുന്ന ഒരു നൃത്തവും ഒരു സംഗതിയൊക്കെ ഉണ്ട് അല്ലേ? എന്താ ഇത് സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മള് ചെയ്തത് ഇങ്ങനെ എല്ലാവരും ചെയ്ത് കാണിച്ചു തരും നമ്മൾ. അവിടെയാണ് നമ്മൾ തോറ്റുപോവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് ഖിബലയായി സ്വീകരിക്കുന്ന വിശുദ്ധ കഅബ അല്ലേ? അതിനേക്കാൾ വലുതെന്താ ഉള്ളത്? അതുണ്ടാക്കിയിട്ട് ദ്വയർക്കുമ്പോ ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതിന് പകരം ഇവര് പറയാണ് ഞങ്ങളെ ഈ മുസ്ലിങ്ങളാക്കണേ. സുബ്ഹാനല്ലാഹ്. ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. പക്ഷെ സ്വീകരിക്കണേന്ന് മാത്രല്ല പറയണേ, ഞങ്ങളെ ഈ മുസ്ലിങ്ങളാക്കണേ. അപ്പൊ ആ ഒരു വിനയങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്ലാമിലേക്ക് എപ്പോഴാ പ്രവേശിക്കേണ്ടത്? എപ്പോഴോ പ്രവേശിച്ചാൽ പോരാ, എന്നും പ്രവേശിക്കണം. എന്നും പ്രവേശിക്കണം. നമ്മളെ കൈ, നമ്മളെ മുഖം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ തൊലി പണ്ടുള്ള തൊലിയല്ല. ഇത് ഓരോ നിമിഷവും എന്താകുന്നുണ്ട്? ശരീരത്തിന്റെ ഓരോ കോശങ്ങളും നശിച്ച് പോകുന്നു, വേറെ 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 വരുന്നുണ്ട്. അത് കൈക്ക് മുറി ഉണ്ടായാലേ നമുക്ക് മനസ്സിലാകുക. ഈ തൊലി മാറുന്നത് നമ്മൾ കാണാൻ എപ്പോഴാണ്? മുറി ഉണ്ടായാൽ കാണാൻ പുതിയ വരുന്നത്. ഇല്ലെങ്കിലും പഴയത് നശിച്ചിട്ട് എന്താകുന്നത്. അതുകൊണ്ടാണ് രക്തം ദാനം ചെയ്തോളൂ, നിങ്ങൾ ദാനം ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ രക്തം അവിടെ തന്നെ നിൽക്കല്ല. അത് എത്ര ഒരു അളവ് പറയുന്നുണ്ട്. ഓരോ ദിവസവും മനുഷ്യന്റെ രക്തം എന്താവുന്നുണ്ട്, അത് പോയിട്ട് വേറെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ കോശങ്ങളൊക്കെ അങ്ങനെയാണ്, എല്ലാ കോശങ്ങളും. പിന്നെ നഖമൊക്കെ നമുക്ക് വേഗം കാണാൻ പറ്റും. ഇതിങ്ങനെ വരുന്നു, നഖം. അപ്പൊ നമ്മളിപ്പോ ഈ നഖം ഇങ്ങനെ നോക്കിയിട്ട് എന്റെ നഖം, ഞാൻ അന്ന് 2ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള നഖം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി അതൊക്കെ പോയിട്ട് കാലത്രായി. അങ്ങനെയാണ്. അപ്പൊ നമ്മളെ ശരീരത്തിൽ അങ്ങനെയാണ് അനുദിനം. ഇതുപോലെ നമ്മള് ഇസ്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ഈമാൻ പുതുക്കണം എന്നാണ്. അപ്പൊ ഓരോ ബാങ്കിലും ഇഖാമത്തിലും നിസ്കാരത്തിലും നമ്മൾ ഷഹാദത്ത് എല്ലിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനെ ഈ ഇസ്ലാം സ്വീകരിച്ചില്ലടോ അത്രയായിട്ട് ഇപ്പോഴാ ഷഹാദത്തലും എല്ലണെന്ന് ചോദിക്കരുത്, എപ്പോഴും പുതുക്കണം. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ഇതെല്ലാം ചെയ്തത് അള്ളാഹിനനുസരിച്ചിട്ട് തന്നെയാണ്. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടവനുമാണ്, മുസ്ലിമാണ്. പക്ഷെ വീണ്ടും പറയാണെന്ത്? ഞങ്ങളെ ഈ മുസ്ലിങ്ങളാക്കണേ, ഞങ്ങളെ രണ്ടാളെ എന്ന്. ആ ഒരു വിനയമാണ് എല്ലാ അമലുകൾക്കും കനമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഒന്നുകൂടി ഇതിന്റെ ഒരു ആശയം നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളുടെ നാഥ അവരിലേക്ക് നീ അയക്കണമേ, അവരിൽ നിന്നു തന്നെ ഒരു ദൂതനെ അയക്കണമേ. ആ ദൂതൻ എന്താണ്? അവർക്ക് തിലാവത്ത് നടത്തി കൊടുക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കിതാബും ഹിക്മത്തുമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവരെ സംസ്കരിക്കണം എന്നൊക്കെ. ഇത് പരിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹിം വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ.
മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങളോട് അള്ളാഹു ഔദാര്യം ചെയ്തിരിക്കുന്നു. അവരിൽ നിന്ന് അവരിലേക്കൊരു ദൂതനെ അയച്ചുകൊണ്ട്. കണ്ടോ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്രാർത്ഥനയിൽ എന്തൊക്കെയാ പറഞ്ഞത് അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. ആയത്തുകൾ തിലാവത്ത് നടത്തുന്നു, അല്ലെ? വയുസക്കീഹിം എന്ന് പറയുന്നുണ്ട്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അള്ളാഹുവിന്റെ കിതാബിനാണ് അൽ കിതാബ് എന്ന് പറയാ. ദ ബുക്ക്, ഏതോ ബുക്കല്ല. ദ ബുക്ക്, ഏതോ കിതാബല്ല. അൽ കിതാബ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ കിതാബ്. ആ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഖുർആൻ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ടേച്ച് പോയി കളഞ്ഞതല്ല. ഒരു പോസ്റ്റ്മാനെ പോലെ കൊണ്ടുവന്ന് കൊടുത്ത് പിരിഞ്ഞു പോയതല്ല. ആ കിതാബ് അവർക്ക് പാരായണം ചെയ്ത് അവസാനിപ്പിച്ചിട്ടുമില്ല. ആ കിതാബ് അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അതവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കിതാബ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, അൽ ഹിക്മ, ഹിക്മത്തും പഠിപ്പിക്കുന്നു. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? അങ്ങനെയൊക്കെ പറയാം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തറിവ്? എന്തിനുള്ള അറിവ്? ഈ കിതാബ് തത്വമാണെങ്കിൽ അതിന്റെ പ്രയോഗമാണ് ഹിക്മ. അഖീമുസ്സലാ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാകും. കൈഫിയത്തുസ്സലാ, അതെങ്ങനെ നിർവഹിക്കണം, എപ്പോൾ നിർവഹിക്കണം, ഏത് രീതിയിൽ നിർവഹിക്കണം, ഇതൊക്കെ ഹിക്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ പ്രാക്ടീസ് ചെയ്യുവാനുള്ള പ്രായോഗിക ജ്ഞാനമാണ് ഹിക്മ എന്ന് പറഞ്ഞാൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ആവിഷ്കരിക്കുകയല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം ഒന്നും മിണ്ടുന്നില്ല, എല്ലാം വഹീ മുഖേനയാണ് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മുഴുവൻ വഹിയും കൂടി ഖുർആനിൽ എഴുതിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുത്ത മുഴുവൻ വഹിയും കൂടി ക്രോഡീകരിച്ചൊരു കിതാബാക്കി നമുക്ക് തന്നതല്ല. അൽ ഖുർആൻ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാകണമെന്ന് റബ്ബ് തീരുമാനിച്ച് ഖുർആനാണെന്ന് അറിയിച്ചിട്ട് കൊടുത്തതാണ് ഖുർആനിൽ ഉണ്ടാവുള്ളൂ. ഖുർആനായിട്ട് ഇറക്കിയതേ ഖുർആനിലുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ, വിശദീകരണങ്ങൾ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല വേറെ വഹി കൊടുത്തിട്ടുണ്ട്. ആ വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹിക്ക് ഇതെല്ലാം മനസ്സിലായത്, സ്വന്തം ആവിഷ്കരിച്ചതല്ല. അപ്പൊ സക്കാത്ത് ആണെങ്കിൽ അതിന്റെ എങ്ങനെയാണ്, അതിന്റെ കണക്ക് എന്താണ്, അളവ് എന്താണ്, എങ്ങനെ, ഇതെല്ലാം വഹിയിൽ കിട്ടിയതാണ്. നിസ്കാരത്തിൽ ചെല്ലേണ്ടത് എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണ്, വഹിയിൽ കിട്ടിയത്. അങ്ങനെ ഇസ്ലാം ദീനിനെ പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിന്റെ പ്രായോഗിക ജ്ഞാനം അള്ളാഹ് തന്നെ അറിയിച്ചു കൊടുത്തതാണ്. അതിനെയാണ് ഹിക്മ എന്ന് പറയുന്നത്. അപ്പോൾ ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജ്ഞൻ എന്നാണ്. നമ്മുടെ യുനാനി ഡോക്ടർമാർക്കൊക്കെ ഹക്കീം എന്ന് പറയും. അതങ്ങനെ പറയുന്ന അറിവുള്ള ഒരാള്, ഡോക്ടറേറ്റ് ഉള്ള ആള്, അതാണ്. അപ്പോ വിജ്ഞാനം അത് കേവല വിജ്ഞാനമല്ല. ഇപ്പൊ ഒരാള് ഒരു കാര്യം പഠിച്ചു, അയാൾക്ക് അതുമാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ല ഇല്ല, മനസ്സിലായിട്ട് കാര്യമില്ല. മനസ്സിലായില്ല. ഒരു സംഗതി ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു. അയാൾക്ക് ആ വണ്ടി ഓടിക്കാനേ അറിയുള്ളൂ വിചാരിക്കുക. അതൊരു കേവല വിവരമാണ്. അതേ സമയത്ത് അതിൻ്റെ ഒരു ടെക്നിക്കാണ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുക.
അപ്പൊ അയാൾക്ക് ആ വണ്ടി മാത്രമല്ല ഓടിക്കാൻ കഴിയുക, പിന്നെ വരുന്ന ഏത് വണ്ടി കിട്ടിയാലും ഓടിക്കാൻ അറിയും. കാരണം എന്താണ്? അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിന്റെ ഹിക്മത്താണ്. അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞമ്മക്കൊക്കെ വണ്ടി ഓടിക്കണേ ഡ്രൈവിംഗ് സ്കൂളിലെ കാർ തന്നെ കിട്ടേണ്ടി വരില്ല. ചില ആൾക്കാർ പറയലുണ്ടല്ലോ, എനിക്ക് പൊരയിലെ മുസാഹിബിലെ ഓതാൻ അറിയുള്ളൂ. അങ്ങനെ പറയല്ലേ? ഒന്ന് ഖുർആൻ എടുത്ത് ഓതിയെന്ന് അറിയുമ്പോൾ എനിക്ക് പൊരയിലെ മുസാഹിബിലെ ഓതാൻ അറിയുള്ളൂ. എന്താ കാരണം? അതെ, അതന്നെ. എന്തായാലും തിരങ്ങാടി ആയതുകൊണ്ടല്ല. തിരങ്ങാടി മുസാഹിബിനെ കൊടുത്താലും ഇതിൽ ഓതൂല, പൊരയിലെ ഓതി ശീലായാലേ ഓതുള്ളൂ എന്നുള്ള. അതെന്താ കാരണം വെച്ചാൽ അയാൾക്ക് അതിന് ഹിക്മത്ത് കിട്ടിയിട്ടില്ല. അതാണ്. അപ്പൊ ഒരു സംഗതിയുടെ ഹിക്മത്ത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് അതിന്റെ ഒരു രീതി ആണ്. അപ്പൊ ആ രീതി വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വീണ്ടും അതിൽ മുന്നോട്ട് പോകാൻ കഴിയും, വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു മെക്കാനിസമാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോ കാർ നന്നാക്കാൻ പഠിപ്പിച്ചാൽ കാറേ നന്നാക്കാൻ കഴിയുള്ളൂ, വേറൊന്നും നന്നാക്കാൻ അയാൾക്ക് അറിയില്ല. അതേസമയത്ത് അതിന്റെ ഹിക്മത്ത് കിട്ടിയ ഒരാളാണെങ്കിൽ അയാൾ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഏത് യന്ത്രവും അയാൾക്ക് നന്നാക്കാൻ കഴിയും. ഇതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോ അള്ളാഹുവിന്റെ ദീനിനെ പ്രയോഗവൽക്കരിക്കാനുള്ള ഹിക്മത്ത് ഒരാൾക്ക് കിട്ടിയാൽ ഖുർആനിലുള്ളത് അയാൾ മനസ്സിലാക്കും, ഹദീസിലുള്ളത് മനസ്സിലാക്കും. ഖുർആനിലും ഹദീസിലൊന്നും ഇല്ലാത്ത പുതിയൊരു സംഭവം ഉണ്ടായാൽ അതെങ്ങനെ ചെയ്യണമെന്നും അയാൾക്ക് മനസ്സിലാവും. അതിന് ന്യായത്തിറങ്ങണം എന്നാണ് കാത്തിരിക്കൂല. 6216 ആയത്തിലും ഇല്ല, പുതിയൊരു സംഭവമാണ്. ഇപ്പൊ AI വന്നില്ലേ? AI അതിലില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോ എന്താക്കൂ? അപ്പൊ ഹിക്മത്ത് കൈവശമുള്ള ആൾക്ക് AI സംബന്ധിച്ച് ആയത്തിറങ്ങേണ്ട ആവശ്യമില്ല, ഹദീസും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എങ്ങനെയാണ് ഇതിനോട് നമ്മൾ സമീപിക്കേണ്ടത്, റോബോട്ടിനോട് നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന് മനസ്സിലാവും. ആ മനസ്സിലാവലിനാണ് എന്ത് പറയാ? ഹിക്മത്ത് എന്ന് പറയാം. അതിനാണ് ഹിക്മത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഹിക്മത്ത് ഉണ്ടോ? കിട്ടിയില്ലേ? മനസ്സിലായി എന്ന് വേണം മനസ്സിലായി കിട്ടുക. അത് വലിയൊരു സംഗതിയാണ്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലാവൽ തന്നെ ഒരു വലിയ മനസ്സിലാവലാണ്, അല്ലേ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്? ഹിക്മത്ത്. അവരിൽ നിന്ന് അവർ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഹിക്മത്ത്. താബിഈങ്ങൾക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ കൈമാറ്റം ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഈ ഖുർആൻ മാത്രവാദികൾ ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഏതിനെ? ഈ ഹിക്മത്തിനെ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഖുർആൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല, ഖുർആൻ പ്രാവർത്തികമാക്കാനാവൂല. ഖുർആൻ പ്രാവർത്തികമാക്കണമെങ്കിൽ എന്തു വേണം? ഈ ഹിക്മത്ത് കൂടി വേണം. ഈ ഹിക്മത്തും അള്ളാഹു തന്നെ റസൂൽ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇനി വേണം ഉദാഹരണം. അർത്ഥത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിന് ഉള്ളൊരു പ്രശ്നം. നമ്മളിപ്പോ അതിന് പലതും പറയും, തത്വജ്ഞാനം, യുക്തിജ്ഞാനം എന്നൊക്കെ പറയും, ജ്ഞാനവുമായി ബന്ധപ്പെടുത്താണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു കാര്യത്തിന്റെ ഉള്ളുകള്ളി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംഗതിയുടെ സാമർത്ഥ്യം എന്നൊന്നും പറഞ്ഞാൽ പോരാ. അങ്ങനെ പറഞ്ഞു നോക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഈ മലയാളം ആയതുകൊണ്ടേ പറഞ്ഞു നോക്കുകയാണ്. ഞാൻ അതിനൊരു ഒറ്റ വാക്ക് ചോദിക്കലുണ്ട്. മലയാളത്തിൽ തന്നെ ചോദിക്കണേ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ ഹിക്മത്ത് കൂടി ചോദിക്കണേ? അത് മലയാളത്തിൽ ചോദിച്ചാ ആവൂല. അതതിന്റെ പ്രശ്നം. നല്ല ഹിക്മത്തുള്ളവനാട്ടോ. അതെന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാല്? അതിന്റെ ഒരു ഗുട്ടൻസ്. അതെ, അങ്ങനെ പല പദങ്ങളും ഉണ്ട്. എങ്ങനെയും പറയാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി തോന്നുന്നുണ്ട്. ഒരു സംഗതി ഇപ്പൊ ഈ
ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഇവര് പറയില്ലേ സംഗതി പോരാ, സംഗതി പോരാ. എന്താ ഈ സംഗതി? എന്താ സംഗതി? അത് പോരാന്ന് പറയണ ആൾക്ക് മനസ്സിലാകുന്നുണ്ടാ എന്താന്ന്? ആ പാടിയ കുട്ടിക്കും മനസ്സിലാകുന്നുണ്ട് എന്താണെന്ന്, അവിടെ നിൽക്കുന്ന അവതാരകനും മനസ്സിലാകുന്നുണ്ട് എന്താണെന്ന്. പക്ഷെ അതെന്താണ് എന്നുള്ളത് വേറെ നിലക്ക് പറയാൻ കഴിയണില്ല. അതാണ് സംഗതി. മനസ്സിലായി? അപ്പൊ ഹിക്മത്തിന് ഒറ്റവാക്കിൽ മലയാളാർത്ഥം പറയുകയാണെങ്കിൽ വിജ്ഞാനെന്നോ അല്ലെങ്കിൽ തത്വജ്ഞാനമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞ് ഒപ്പിക്കല് സാധാരണ. പക്ഷെ നമ്മക്കിനി അങ്ങനെ ഒപ്പിച്ചാലോ ഒപ്പിച്ചില്ലെങ്കിലും നമ്മക്ക് മനസ്സിലാവണം എന്താണ് ഹിക്മത്ത്. ഒരു കാര്യത്തിന്റെ യഥാർത്ഥ ഉള്ള് എന്താണ്, അതിന്റെ ഉള്ളുകള്ളി എന്താണ്, അതിന്റെ നേരത്തെ പറഞ്ഞ ഗുട്ടൻസ് എന്താണ്, ഒരു സംഗതി പറഞ്ഞാൽ എന്താണ് അത്. ഈ ഹിക്മത്ത് വലിയൊരു തൗഫീഖാണ്, അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. ആ ഹിക്മത്ത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കൊരു വലിയ ലോകം കീഴ്പ്പെട്ടതുപോലെ ആയിരിക്കും. അതാണ്, അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാം എല്ലാ സമയത്തും ഒരേ അളവിൽ തിരിയാത്തത്, മനസ്സിലായി കിട്ടാത്തത്. ഈ ഹിക്മത്ത് വേണം. നിങ്ങളോട് ദഅവത്ത് നടത്താൻ പറഞ്ഞിട്ടുള്ളതും ഹിക്മത്തോട് കൂടിയിട്ടാണ്, അല്ലേ? വൽ ഹിക്മത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, മൗഇദത്തുൽ ഹസന, ഏറ്റവും നല്ല വിചാരത്തോടെ ഹിക്മത്തോട് കൂടിയിട്ട് വേണം ദഅവത്ത് നടത്താൻ എന്നാണ്. ഹിക്മത്തില്ലാണ്ട് ദഅവത്ത് നടത്തിയാൽ എന്താവൂല? മനസ്സിലാവൂല, അയാൾക്ക് തിരിയൂല, അയാൾക്ക് മനസ്സിലാവൂല. ഏതാണ്? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഈ ഹിക്മത്ത് അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. ഖുർആൻ മാത്രവാദികൾക്ക് ഈ ഹിക്മത്ത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഖുർആനിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുകയും ഖുർആനിന്റെ ഒരു ഫലം അവർക്ക് കിട്ടാതായി പോവുകയും ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ അവർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു. സംസ്കരിക്കണമെങ്കിൽ എന്തു വേണം? ഇപ്പറഞ്ഞത് ഒരാള് ഒരു മതത്തിന്റെ ഒരു ആചാര്യൻ ഏതോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുറെ സുവിശേഷങ്ങൾ ഇങ്ങനെ പറയാ എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ഉപദേശങ്ങൾ ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് പ്രക്ഷേപണം ചെയ്യുക എന്നുള്ളതല്ല. അതിനെ തന്റെ ചുറ്റിലുമുള്ള ആളുകളെ സംസ്കരിച്ചിട്ടുണ്ട്. അസംസ്കൃതരായിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ അവർ അസംസ്കൃതരായിരുന്നു, അല്ലേ? ആ അസംസ്കൃതരായിരുന്നവരെ കൾച്ചർ ചെയ്യാണ് ആര് ചെയ്യുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും. അപ്പൊ അവരെ സംസ്കരിക്കുകയാണ്. അപ്പൊ സംസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? അവരുടെ ശുദ്ധ പ്രകൃതത്തിൽ, ഫിത്രത്തിൽ സ്വയമേവ അള്ളാഹു പഠിച്ച് അവർക്ക് സ്വയമേവ കിട്ടിയിട്ടുള്ള സംഗതി ഉണ്ടല്ലോ, അതിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള വേണ്ടാധീനങ്ങളൊക്കെ വെട്ടിക്കളയണം. അങ്ങനല്ലേ സംസ്കരിക്കപ്പെടുക? നമ്മക്കൊരു സാധനം സംസ്കരിച്ചെടുക്കണമെങ്കിൽ അതിൽ വേണ്ടാത്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യണോ? ഒഴിവാക്കണം. അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്താക്കുക? എടുക്കുക. അത് ഒഴിവാക്കണ ചിലപ്പം വലിയ വില കൊടുക്കേണ്ടി വരും. 1 കിലോ മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അണ്ടിയും കൂടി കൂട്ടിയാ തൂക്കിയെന്ന് പറഞ്ഞിട്ട് ആരും അണ്ടി തിന്നോ? ഭയങ്കര തൂക്കമുണ്ട് അണ്ടിക്ക്, അതിനും കൂടി ആ പൈസ കൊടുത്തത്. അണ്ടി വേറെ ആക്കിയിട്ടാ മാങ്ങ തൂക്കി തന്ന് അല്ല. അപ്പൊ മാങ്ങന്റെ അണ്ടിയും കൂടി കൂടിയിട്ടാണ് ഈ തൂക്കം എന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങ് ചെത്തിയിട്ട് അണ്ടി അങ്ങ് കളഞ്ഞു. അപ്പൊ നമ്മൾ കുറെ വില അതിന് കൊടുത്തു. പക്ഷെ എത്ര വില കൊടുത്താലും നമ്മൾ അതിൽ നിന്ന് എടുക്കുക എന്താണ്? നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കുള്ളൂ, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെയാണ്. അതൊക്കെ ചെയ്യാം. അതിനുണ്ട് പിന്നെ വേറെ പല കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അല്ലാഹു തആല ദുനിയാവിൽ ഒന്നും വെറുതെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില
നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, എല്ലാറ്റിനും അതിൻ്റെതായ കാര്യവും സംഗതികളും ഉണ്ട്. നമുക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും ചിലത് നമുക്ക് തിരിയൂല എന്ന് മാത്രം. എല്ലാത്തിനും ഉപകാരമുണ്ട്, എല്ലാത്തിനും കൊണ്ടും കാര്യമുണ്ട്, എല്ലാ സംഗതികൾക്കും ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒരു സുരക്ഷിത സ്ഥാനത്തിരുന്ന് എന്തൊക്കെയോ ഉപദേശങ്ങൾ ആരോ വഴി കൊടുത്തു വിടുകയല്ല. ഫയുസക്കീഹിം, അവരെ എന്താക്കി? സംസ്കരിച്ചു. അപ്പൊ സംസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ കൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരുവിലായിരുന്നു എന്ന് പറഞ്ഞു. ആ സമൂഹത്തിന്റെ തോന്നിവാസങ്ങളും വേണ്ടാധീനങ്ങളും ഒക്കെ കണ്ട് പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് ദീർഘകാലം ധ്യാനമിരുന്ന് വീട്ടിലിരുന്നിട്ടും മതിയാവാതെ വന്നപ്പോ ജബലുന്നൂറിന്റെ മുകളിൽ കയറി ഹിറാ ഗുഹ, ആ ചെറിയൊരു ഗുഹയാണ്, ചെറിയൊരു പൊത്താണ്, അതിനാണ് ഗാർ എന്ന് പറയാം. ആ ചെറിയൊരു ഗുഹയിൽ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥന തന്നെ, പഠിച്ചോനെ എന്തെങ്കിലും പരിഹരിച്ചേ എന്നുള്ള നില. അങ്ങനെ വഹി കിട്ടിയ വഹിയുമായിട്ട് ഇറങ്ങി വന്നു, അല്ലേ? കിട്ടിയ വഹിയുമായിട്ട് ഇറങ്ങി വന്നു. അതാണ് പുതപ്പിട്ട് മൂടു ഖദീജ എന്നല്ലേ? എല്ലാവരും ഇപ്പൊ അതാ പാടുന്നത്. ജമ്മിലുവൻ പാടുന്ന തന്നെ ഉള്ളൂ. പാട്ട് വേറെയാണ്, ലൈഫ് വേറെയാണെന്ന് മാത്രം. അത് പാടുമ്പോഴും ചിലപ്പോൾ തുള്ളി കളിക്കുന്നുണ്ടോ? അതന്നെ അതിന്റെ കഥ. അപ്പോ പക്ഷേ ഞാൻ ചോദിക്കണത്, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് 23 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ജീവിച്ചിട്ട് എത്ര പ്രാവശ്യം ഹിറയിലേക്ക് തന്നെ പോയി? പോയിട്ട് തന്നെ ഇല്ല. അതിന്റെ അങ്ങനെ ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ചിട്ട് കിട്ടിയ ഒരു വിജ്ഞാനം കിട്ടിത്തുടങ്ങിയ സ്ഥലല്ലേ? ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടതല്ലേ? ആദ്യമായിട്ട് ഇഖ്റ ബിസ്മി അവതരിച്ച സ്ഥലല്ലേ? ഇപ്പോ അങ്ങനെ ചില സ്ഥലങ്ങൾ റസൂൽ പിന്നെയും പോയിട്ടുണ്ട്. ഏതുപോലെ എന്ന് വെച്ചാൽ ഖുബാ മസ്ജിദ് ഉണ്ടാക്കി. ആദ്യമായിട്ട് ഇജ്റ പോയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഖുബാ മസ്ജിദ്. അവിടെ ആഴ്ചക്ക് പോലുണ്ടായിരുന്നു നബി. പിന്നീട് ഖുബയിലൊന്ന് പോകും, ഉണ്ടാക്കാൻ നിസ്കരിക്കും, പോരും. അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്, ആ കിണറ്റുകാരിൽ ഇരിക്കുകയൊക്കെ ചെയ്തു. ആ കിണറ്റിനകത്ത് പിന്നെ മോതിരം വീണോയ കഥയൊക്കെ ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് പിന്നെ താമസ സ്ഥലത്ത് നിന്ന് ഉളൂ ചെയ്ത് ഖുബയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ച ഉംറന്റെ കൂലിയാണെന്നൊക്കെ ഹദീസും. അത് ഖുബാ മസ്ജിദിന്റെ ചുമരുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാല് ഈ വഹിയ കിട്ടിയ ഇതിന്റെ എല്ലാം തുടക്കമാണല്ലോ. റസൂൽ എന്തായി പിന്നെ ജബലുന്നൂറിലേക്ക് പോവാഞ്ഞത്? മല കയറിപ്പോയി അവിടെ കുറച്ചേരം ഇരുന്ന് വരാഞ്ഞ്? അതിനുള്ള നേരമില്ല. 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കിടയിലാണ്. പിന്നെ റമദാനിന്റെ ചില സന്ദർഭങ്ങൾ അവസാനത്തെ 10ലൊക്കെ പോയിട്ട് ഇത്തിക്കാഫ് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് സ്വന്തം നിസ്കരിക്കുന്നതേ ഉള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം നബി എവിടെയാണ്? ജനങ്ങളിടയിലാണ്. ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. കാരണം എന്താണ്? അവരെ മനസ്സിലാക്കണം, അവരെന്താണ് പറയണമെന്ന് തിരിയണം, അവർക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഒരേ ഗുളിക കൊടുക്കുകയായിരുന്നില്ല. വരുന്ന എല്ലാവർക്കും ഒരേ മരുന്നല്ല, ആൾക്കനുസരിച്ച് വ്യത്യാസമുള്ള മരുന്നാണ്. എന്നെ ഉപദേശിക്കൂ ഔസീനി എന്ന് പറഞ്ഞ് പല ആൾക്കാർ നബിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഉപദേശമല്ല കൊടുത്ത്, അല്ലേ? ഒരാളോട് പറഞ്ഞു ഇനി ദേഷ്യം പിടിക്കരുത്. അപ്പൊ അയാൾ പിന്നെയും പറഞ്ഞ് സിദിനി, ഇനിയും എന്തെങ്കിലും പറഞ്ഞിരീ, ലാ തഖ്ലബ്, നീ ദേഷ്യം പിടിക്കരുത്. അപ്പൊ തന്നെ അയാൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, സിദിനി, ഇനിയും എന്തെങ്കിലും പറഞ്ഞിരീ, ലാ തഖ്ലബ്. അതോടുകൂടി അയാൾ ദേഷ്യം കൂടെ പോയി. കാരണം എന്താ? ഇത് വേറെ ആരെങ്കിലും ആയിരുന്നു പറഞ്ഞെങ്കിൽ, വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ പറഞ്ഞതിന് തന്നെ അയാൾക്ക് ദേഷ്യം പിടിക്കും, അല്ലേ? പക്ഷെ റസൂൽ എന്ത് ചെയ്തു? വളരെ ശാന്തമായി അതെന്നെ പറഞ്ഞോണ്ട്. അപ്പൊ അയാൾക്ക് അതാ വേണ്ടത്. അയാളോട് പറഞ്ഞു. ഒരാൾ വന്ന് ചോദിച്ചോ പറഞ്ഞു, ഇനി കളവ് പറയരുത്. വേറൊന്നുമില്ല, കളവ് പറയരുത്. അപ്പോ അയാളെ ജീവിതം അതോടെ നന്നായിപ്പോയി. കാരണം എന്താ? അയാളെ പ്രശ്നം അതേനു കളവ് പറയാൻ പറ്റൂല എന്ന് കണ്ടപ്പോ പിന്നെ അയാൾക്ക് വേറെ ഒരുപാട് കാര്യം ചെയ്യാൻ കഴിയാണ്ടായി. വേണ്ടാത്തരങ്ങളൊക്കെ ഒഴിവായി, റെഡിയായി. അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും വേണ്ടതാണ് റസൂൽ പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് അധികരിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? പരലോകത്ത് വലിയ വിജയം നേടണമെന്ന് പറഞ്ഞു. ഇതേ വിശ്വാസം തന്നെ ഒരാളോട് പറഞ്ഞ് ഇനി എൻ്റെ ഓളത്ത് പോകണമെന്ന്.
അപ്പൊ പറഞ്ഞു എനിക്ക് പിന്നെ രാത്രി പോയാൽ പോരാ, അല്ല ഇപ്പൊ തന്നെ പോണതാണ്, എനിക്ക് നോമ്പാണ്, ആ നോമ്പ് കുറിച്ചിട്ട് പോയിക്കോ, റംസാനല്ല കേട്ടോ. അപ്പോ അയാളെ പ്രശ്നം അതാ. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കലാണ് അയാൾക്ക് കൊടുക്കേണ്ട ഉപദേശം. ഇത് തിരിയണമെങ്കിൽ എന്ത് വേണോ? ഇത് തിരിയണമെങ്കിൽ എന്ത് വേണോ? ഇത് തിരിയണമെങ്കിൽ ആളുകൾക്കിടയിലായിരിക്കണം. ഇല്ലെങ്കിൽ ആളെ മനസ്സിലാവൂല. ആളെ മനസ്സിലാവാതെ ആളെ ഉപദേശിച്ചാൽ എന്താ സംഭവിക്കുക? ഇപ്പൊ എന്താ നമ്മളെ നാട്ടിൽ സംഭവിക്കണം, അത് തന്നെ സംഭവിക്കൂ. ഒരു മനുഷ്യൻ തിരക്ക് പിടിച്ചിട്ട് എങ്ങോട്ടോ പോകാൻ വേണ്ടി ബസ്സിനകത്തേക്ക് ദഅവത്ത് നടത്താൻ പോയ ഒരാൾ അസ്സലാം വലൈക്കും, വലൈക്കും അസ്സലാം, നമുക്ക് മരിക്കണ്ടേന്ന്. അയാളാ, നിങ്ങൾ മരിച്ചോളൂ, ഞാൻ ടൗണ് വരെ പോവാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇയാൾ കൊടുത്ത ഉപദേശം എത്ര വലിയ ഉപദേശമാണ്. ഇയാൾ കൊടുത്ത ഉപദേശം വലിയ ഉപദേശമാണ്. ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു നാൾ മരിക്കണം, മരണശേഷം പരലോകം ഉണ്ടാവും, അവിടെ വിചാരണ ഉണ്ടാവും, അവിടെ രക്ഷപ്പെടണം, അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവ് നന്നാവണം എന്നൊക്കെയുള്ള വലിയ കനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ പറയേണ്ട കോലോ സമയോ ഒന്നുമല്ല പറഞ്ഞത്. അപ്പോ അതോടുകൂടി അയാൾ എന്ത്, അത് സ്വീകരിക്കണേല് പകരം പറഞ്ഞ് നിങ്ങള് മരിച്ചോളി, എനിക്കിന്ന് ടൗണിൽ പോകാണ്ട്. അപ്പൊ ഇങ്ങനെ ഉപദേശങ്ങൾ സമയം തെറ്റി പറഞ്ഞാല്, നമുക്കൊരാളെ ഉപദേശിക്കാൻ അങ്ങനെ മുട്ടുന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മൾ പോയി ഉപദേശിച്ചുകൂടെ. നമ്മളെ മുട്ടല് മാറ്റാനല്ല ഉപദേശത്തിന്റെ ഉദ്ദേശം. നിങ്ങൾ മനസ്സിലാവണ്ട ഞാൻ പറയണേ. മക്കളെ മോനെ ഇങ്ങോട്ട് വാ, എന്നെ ഞാനൊന്ന് ഉപദേശിച്ചാലേ. ന്യൂ ജനറേഷന്റെ സ്റ്റൈൽ എന്താന്ന് വെച്ചാല് വേണ്ടാന്നൊന്നും പറയില്ല. ഓ യെസ് ആയിക്കോട്ടെ, ഓഫ് കോഴ്സ്, വൈ നോട്ട് എന്താ അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ നന്നായി പോയത്. എന്തിനാ അത് പറയണ അറിയോ? ഈ കാക്കക്ക് ലോകത്തില്ല, ഇയാളെന്തല്ലോ പറയും, അത് കേട്ടു കൊടുക്ക. അപ്പൊ അയാൾക്കൊരു സമാധാനം, നിനക്കൊരു സമാധാനം. ചെയ്യണോ വേണ്ടതല്ലോ ഞാനല്ല തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു നോക്ക്, പുതിയ കുട്ടികളൊന്നും മറുത്തൊന്നും പറയില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഒന്നും പറയില്ല, മറുത്തൊന്നും പറയില്ല. മുമ്പ് കുട്ടികളെ ഉപദേശിക്കാൻ പോലും ഇങ്ങോട്ട് എന്താ അങ്ങനെ പോയാലും അതെങ്ങനെ ചെയ്താലൊക്കെ ചോദിക്കുക, ഒന്നും ചോദിക്കൂല. ആയിക്കോട്ടെ ശരി, അങ്ങനെ തന്നെ ചെയ്യാം, അങ്ങനെയാണ് പറയാ. അപ്പോ പിന്നെ കാറ് പിന്നെ എടുക്കട്ടെ എന്ന് ചോദിക്കല്ല ചെയ്യാ. ബാപ്പക്ക് ഇപ്പൊ പിന്നെ കാർ ആവശ്യമുണ്ടോ? അപ്പൊ അല്ലേ അങ്ങനെ പറയാ. അപ്പോ അല്ലെ ആവശ്യമുണ്ട് വേണ്ടട്ടോ, ഞാന് ഫ്രണ്ടിന്റെ വാങ്ങി പോയിക്കോളാം. അപ്പൊ വാപ്പ എന്ത് പറയും സ്വാഭാവികമായിട്ടു? അല്ലല്ല ഈ ഞാൻ ബസ്സിന് പോയിക്കോളാം, ഈ എടുത്തോന്ന്. അങ്ങനെ ഫ്രണ്ടിന്റെ വാങ്ങണ്ടല്ലോ. മുമ്പാണെങ്കിൽ അങ്ങനെയല്ല, അമ്മ ഒന്ന് ഉപ്പനോട് ചാവി വാങ്ങിച്ചു അല്ലേ, എന്നിട്ട് ഉമ്മ പോയിട്ട് ഉപ്പനോട് പറഞ്ഞ് ഉപ്പൻ്റെ അടുത്തും പാസ്സാക്കി അതൊക്കെ കഴിഞ്ഞ്. ഇപ്പൊ പുതിയ രീതിയാണ്, പുതിയ ഭാഷയാണ്, എല്ലാം പുതിയതാണ് അല്ലേ. നിങ്ങൾ എന്നെ അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ ഞാൻ അവിടെ പോയി പോസ്റ്റായി എന്ന് പറയും. ഞാൻ അവിടെ പോയിട്ട് എന്തായി? പോസ്റ്റായി. പോസ്റ്റോ? നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ്, പിന്നെ തപാൽ പോസ്റ്റ്, ഇതൊക്കെ നമുക്കറിയാം. കുട്ടികൾ പറയുന്ന പോസ്റ്റ് എന്താണ്? ഞാൻ ആ പള്ളിയിൽ ജുമ്മക്ക് പോയിട്ട് ഞാൻ പോസ്റ്റായി എന്ന് പറഞ്ഞാല് ഒരു താല്പര്യവുമില്ലാതെ നിന്ന് മുഷിയുന്നതിനാണ് എന്ത് പറയാ, പോസ്റ്റ് ആവാന്ന്. എന്റെ മോനെ, ആ മോട്ടോർ സൈക്കിൾ ടിപ്പർ ലോറിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എന്താ സീന്. ഡാർക്ക് സീൻ. അപ്പൊ എന്താ സംഭവം? ഇത് ഈ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് നമ്മള് ഇവരെ ഭാഷ ഏതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽപ്പെട്ട ആരും ഇവിടെ കാണാത്തത്. കാരണം എന്താ വെച്ചാൽ ഓരോ ലാംഗ്വേജ് വേറെയാണ്. ഞാൻ ലാംഗ്വേജ് നമ്മൾ പഠിക്കല്ലാണ്ട് യാതൊരു രക്ഷയും. എന്നിട്ട് അത് പഠിച്ചിട്ട് ആ ഭാഷയിൽ എല്ലാ പ്രവാചകന്മാരും സമുദായത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചത് അല്ലേ. അപ്പൊ ഖത്തീബുമാർ എന്ത് ചെയ്യണമെന്ന് അറിയോ? അപ്പൊ ഖത്തീബുമാർ എന്ത് ചെയ്യണോ? അത് പഠിക്കല്ലാണ്ട് ഒരു രക്ഷയില്ല. അത് പഠിച്ചിട്ട് ഖുത്ബയിലൊക്കെ ഇങ്ങനെ പോസ്റ്റും സീനും ഒക്കെ ഇങ്ങനെ വരണോ. അപ്പൊ ഇതൊന്നും അറിയാതെ പാവം പിന്നെ പഴയ ആൾക്കാരുണ്ടാവും, അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒരു ഇരുന്നോട്ടെ എന്നൊക്കെ അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അല്ല ഇപ്പൊ സ്വീപ്പാവില്ല, റസൂലുണ്ടെന്നത് പറയൂ. റസൂലാണ് സ്വീപ്പാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു കാട്ടറബി വന്നു റസൂൽ. അപ്പൊ അത് ഹദീസിൽ കാണുന്നുണ്ട്. അദ്ദേഹം വളരെ വിദൂരതയിൽ നിന്ന് വരുന്ന ഒരു ഗ്രാമീണനായിരുന്ന ഒരാളായിരുന്നു.
അപ്പൊ റസൂൽ അദ്ദേഹത്തോട് അയാളെ ഭാഷ സംസാരിച്ചു. അയാളെ ഭാഷ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ സംസ്കൃതമായിട്ടുള്ള, സംസ്കൃതം എന്ന് പറഞ്ഞാൽ ഭാഷ അല്ല, സംസ്കരിക്കപ്പെട്ട അറബിയിലല്ല, അവരുടെ ഭാഷയിൽ സംസാരിച്ചു എന്നാണ്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് അതിനനുസരിച്ച് ഹിക്മത്തോട് കൂടിയിട്ട് പറഞ്ഞില്ലെങ്കിൽ ദഅവത്തൊക്കെ എന്താവും, വെറുതെ ആയിപ്പോവും. ഇപ്പൊ പുതിയ കാലം എന്ന് പറയുന്നത് സ്റ്റാറ്റസിന്റെ സെക്കൻഡ് എത്രയാണ് ആർക്കെങ്കിലും അറിയാവോ? 30 മിനിറ്റോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 30 സെക്കൻഡ്, 30 മിനിറ്റ് കൊണ്ട് എന്തെല്ലാം നടക്കൂ? 30 സെക്കൻഡ്. അപ്പൊ എന്താ കാര്യം? അതിനെ നേരമുള്ളൂ അവിടെ, അത്ര നേരമുള്ളൂ. നിങ്ങൾ 8 മുതൽ 9 വരെ ഖുർആൻ ക്ലാസ് എടുത്താലൊന്നും അതിനുള്ള നേരം ഇവിടെ ഇല്ല. ഇവിടെ എന്താ ഉള്ളൂ, 30 സെക്കൻഡോട് പറയാൻ കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, അത് കേൾക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റാറ്റസ് വരും. അത് വരും. അപ്പൊ അതാണ് പുതിയ ഒരു കാലം. അപ്പൊ ആ പുതിയ കാലത്ത് പുതിയ ജനറേഷനെ പുതിയ രീതിയിൽ എന്ത് ചെയ്തോളണം, സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നതിന്റെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാക്കുണ്ട്. ക്രൈസ്തവരെ, ജൂതന്മാരെ, ബഹുദൈവ വിശ്വാസികളെ, പിന്നെ എല്ലാ നാട്ടുകാരെയും അഭിസംബോധന ചെയ്ത് പറയാണ്. വമൻ യറാബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. എന്താണ് ഓതുമ്പോ നഫ്സ എന്ന് പറഞ്ഞാൽ നിർത്തണം കേട്ടോ, എന്ന് പറയില്ല. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീം, ഇബ്രാഹീമിന്റെ ഈ മാർഗം ആരാണ് വെറുക്കുക? ആര് വെറുക്കും? ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാ വെറുക്കുക? എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്നവരെ മൊത്തത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഇബ്രാഹിമിന്റെ ആൾക്കാരെന്നൊക്കെ പറയണേ, ഈ മില്ലത്ത് നിങ്ങൾ വെറുക്കുകയും ചെയ്തു. ആരാണ്? സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഈ മാർഗം വെറുക്കുക? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, അദ്ദേഹത്തെ നാം എന്താക്കിയിരിക്കുന്നു? ദുനിയാവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്തഫൈനാഹു എന്ന് പറയുമ്പോൾ ആ പദത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ ശുദ്ധീകരിക്കുക, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക എന്നതിലേക്ക് എത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട ആളാണ്, അല്ലേ? എല്ലാ മാലിന്യങ്ങളും. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുത്തു എന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ദുനിയാവിൽ. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളോടൊപ്പമാകുന്നു. എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുക്കുകയും അദ്ദേഹം പരലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂടെ ആവുകയും ചെയ്തത്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് നാഥൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്ലിം, നീ കീഴ്പ്പെടുക എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാനുണ്ടായിരുന്നത്? പടച്ചോനെ, ഈ സാഹചര്യം വേറെയാണ്, ഇപ്പോഴത്തെ ചുറ്റുപാടൊന്നും നനക്കിച്ചല്ലേ, ഇങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങള്, ഈ ഇതൊക്കെ മാറിപ്പോയി അല്ലേ, അങ്ങനെയൊക്കെ നോക്കിയാലാവോ, കൂട്ടിയാൽ കൂടുവോ, ഇപ്പൊ ആരാ ഇപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു 100,000 വർത്താനം പറയാനുള്ളവരുണ്ടാവും. നിങ്ങൾക്കല്ലോ, നിങ്ങൾ നല്ല ആൾക്കാരാണ്, ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഉഷാറാണ്. ഈ യഥാർത്ഥ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല ആൾക്കാരാണ്. കാരണം ഞാൻ വെറുതെ പറയുന്നല്ല, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ എന്ന് റസൂല പഠിപ്പിച്ചെന്നത് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാ. അത് ഞങ്ങളെ സോപ്പിടാൻ പറഞ്ഞൊന്നല്ല, നിങ്ങൾ തന്നെ നല്ല ആൾക്കാര്, നല്ല ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞതല്ല, റസൂല പറഞ്ഞ അങ്ങ് വിശ്വസിച്ചൂടെ? ഞാൻ പറയുകയാണെങ്കിലല്ലേ എന്തോ ഒന്നിന് പറയാന്ന് തോന്നുള്ളൂ. അതെ, അപ്പോ നല്ല ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ആൾക്കാർ, കാരണം എന്താ പറഞ്ഞാല് ഖുർആൻ പഠിക്കുന്നവരാണ് ഏറ്റവും നല്ല ആൾക്കാർ. നിങ്ങൾ അഭിമാനിച്ചോളി, കുഴപ്പമൊന്നുമില്ല. പഠിക്കണോ? അല്ല, അതിന്റെ ഒരു ഭാഗമാണല്ലോ, അല്ലേ? അതിന്റെ ഒരു ഭാഗമാണല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതിനൊന്നും നിൽക്കാതെ, ഈ ജാതി 100 ന്യായങ്ങളൊന്നും പറയാൻ നിൽക്കാതെ അസ്ലിം എന്ന് പറഞ്ഞു ഉടനെ എന്ത് പറഞ്ഞു? ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവിന് കീഴടങ്ങി, ലോകരക്ഷിതാവിന് കീഴ്പ്പെട്ടു, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു.
മനസ്സിലാവും. ഇങ്ങനെ അല്ലാഹു തആല അനുസരിക്കാൻ പറയുമ്പോഴേക്ക്, കീഴ്പ്പെടാൻ പറയുമ്പോഴേക്ക്, മുസ്ലിമാകാൻ പറയുമ്പോഴേക്ക് ഞാനിതാ ലോകരക്ഷിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ദുനിയാവിൽ തെരഞ്ഞെടുക്കപ്പെടാനും പരലോകത്ത് സ്വാലിഹുകളിൽ പെടാനുമുള്ള കാരണം എങ്കിൽ, ആ ഇബ്രാഹിമി മില്ലത്തിൽ പെടണമെങ്കിലും തെരഞ്ഞെടുക്കപ്പെടണമെങ്കിലും പരലോകത്ത് സ്വാലിഹീങ്ങളിൽ പെടണമെങ്കിലും നമ്മളെ മുമ്പിലും വേറെ ഒരു വഴിയല്ല ഉള്ളത്, ഈ ഒറ്റ വഴിയുള്ളൂ. എന്താണ് വഴി? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ വഅന മിനൽ മുസ്ലിമീൻ എന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ പറയുന്നുണ്ട്. അത് ഇബ്രാഹിം നബി പറഞ്ഞ വർത്താനാണ്, അല്ലേ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീന, ഇബ്രാഹിം നബി പറഞ്ഞതാണ്, ഖുർആനിലുള്ളതാ, ഇബ്രാഹിം നബിന്റെ വാക്കാണത്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ എന്താണ്? വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ച എടുക്കാം. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചെരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.